ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 3.5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് കുട്ടിക്ക് പോലും സ്വന്തം ഭവനത്തിൽ സുരക്ഷിതത്വമില്ലാത്ത ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹീനമായ പ്രവൃത്തികൾ, നീചമായ വാർത്തകളാണ് നിത്യേന നമ്മുടെ മനസ്സിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 50-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നിനാൽ അതിന് രുചി വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പിൻ. അപ്പോൾ ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 50-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യതയോടുകൂടി യേശു ഉപ്പിൻ്റെ ഉപമയിലൂടെ ഒരു വലിയ പാഠം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രകൃതിയിലെ 2 ശുദ്ധമായ വസ്തുക്കളിൽ നിന്നാണ് ഉപ്പ് രൂപം കൊള്ളുന്നത്. 1 കടൽ വെള്ളം, 2 സൂര്യതാപം. അപ്പോൾ ഉപ്പിനേക്കാൾ ശുദ്ധമായതൊന്നും ഈ ലോകത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഉപ്പിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മനുഷ്യരിൽ സസ്യ ബുക്കുകളും മാംസ ബുക്കുകളുമുണ്ട്. ഇരുകൂട്ടരും ഇതര ജീവനെ ആഹരിച്ചാണ് വളരുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞു വയ്ക്കുന്നത് ജീവോ ജീവസ്യ ജീവനം. ഇതര ജീവനിൽ നിന്നല്ലാതെ മനുഷ്യൻ ആഹരിക്കുന്നത് ഒന്നേ ഈ ഭൂമിയിലുള്ളൂ, അത് ഉപ്പാണ്. ആ ഉപ്പുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഉപ്പ് നല്ലതാണ്. എല്ലാ വീടുകളിലും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു വസ്തുവാണ്. ആ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നിനാൽ അതിന് രസം വരുത്തുക. അതുകൊണ്ട് നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഉപ്പിനെക്കുറിച്ച് ഗ്രീക്കുകാരുടെ ഇടയിലുള്ള ഒരു പഴമൊഴി ഇപ്രകാരമാണ്: മൃതശരീരത്തിൽ ആത്മാവ് വരും പോലെ എന്നാണ് ഗ്രീക്കുകാർ ഉപ്പിൻ്റെ രുചിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ കാരം അതിൻ്റെ ലവണാംശമാണ്. യേശു ക്രിസ്തു പകർന്നു നൽകുന്ന ഉപ്പ് ദൈവത്തിൻ്റെ അനുഭവമാണ്. സുവിശേഷത്തിൻ്റെ ഉപ്പുള്ള ക്രിസ്ത്യാനി ഈ ലോകത്തിന് ഒരു പുതിയ രുചിയും പുതിയ ഉന്മേഷവും നൽകുമെന്നാണ് ഉപ്പിൻ്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. മലങ്കര സഭയിൽ സുവിശേഷത്തിൻ്റെ ഉപ്പുള്ള ക്രിസ്ത്യാനിയായി വൈകിയാണെങ്കിലും മാറാൻ ശ്രമിച്ച ഒരു മെത്രാപ്പോലീത്ത ഇന്ന് അനുഭവിക്കുന്ന തീവ്രമായ മാനസിക വ്യഥ അത് വാക്കുകൾക്ക് അപ്പുറമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉപ്പുള്ള ഒരു ക്രിസ്ത്യാനിയായി മാറാനും ആത്മാവിൽ ജീവിക്കുവാനും ആഗ്രഹിക്കുമ്പോൾ നിലവിലുള്ള സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുമെന്നാണ് അനുഭവങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ ഉപ്പുള്ള ഒരു ക്രിസ്ത്യാനിയായി ഈ ലോകത്ത് ജീവിച്ച് ലോകത്തിന്, കുടുംബത്തിന് ഒരു പുതുരുചിയും പുതിയ ഉന്മേഷവും നൽകുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണെങ്കിലും കുരിശ് ചുമക്കുവാൻ, കുരിശ് വഹിക്കുവാൻ തയ്യാറുള്ളവർക്ക് അനായാസേന ഉപ്പുള്ള ഒരു ക്രിസ്ത്യാനിയായി മാറുവാൻ കഴിയും. അപ്പോൾ ഉപ്പ് വസ്തുക്കളെ അഴുകാതെ സൂക്ഷിക്കുന്നു. ഉപ്പ് ഒന്നിൻ്റെയും സത്ത നഷ്ടപ്പെടാൻ അനുവദിക്കുന്നുമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കാരവും വീര്യവും പരിശുദ്ധാത്മാവാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാമത്തെ വാക്യം ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക്
ഒരു വിശ്വാസിക്ക് അവൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ ജീവിതത്തിൽ അവഗണനയും അവഹേളനവും സഹിക്കേണ്ടി വരുന്നവർ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ജീവിതത്തിൽ അവഗണനയും അവഹേളനവും സഹിക്കേണ്ടി വരുന്നവർക്ക് ഒരു പ്രതിവിധിയാണ് ക്രൈസ്തവ വഴി. അത് അനേക വഴികളിൽ ഒരു വഴിയല്ല എന്ന് സത്യവേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. അനന്യമായ വഴിയാണ് ക്രിസ്തീയ വഴി. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആത്മലവണം നഷ്ടപ്പെട്ടാൽ പിന്നെ അങ്ങനെയുള്ളവരെ വളത്തിനും നിലത്തിനും കൊള്ളുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഉപ്പെന്നാൽ സംഭാഷണത്തിലെ വിവേകമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. ഉപ്പ് എന്നാൽ സംഭാഷണത്തിലെ വിവേകമാണ്. കാരണം പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഉപ്പെന്നാൽ പൂർണ്ണ സമർപ്പണമാണ്. അത് ഭക്തിക്കപ്പുറം ശിഷ്യത്വമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഭക്തർ ദൈവത്തിൻ്റെ പ്രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. ശിഷ്യന്മാർ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ ഉപമയിലൂടെ കർത്താവായ യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഭക്തനിൽ നിന്ന് ശിഷ്യനിലേക്കുള്ള ഒരു വളർച്ചയാണ് ആവശ്യപ്പെടുന്നത്. ആ വളർച്ച എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് കാരമുള്ള ഉപ്പായിട്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നതെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാമത്തെ വാക്യം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദൈവ തിരുസന്നിധിയിൽ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ആത്മാവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയുള്ളതായിരിക്കണം. മാത്രമല്ല ആ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഈ ഒരു നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.